നമ്മളിന്ന് കുറേ ചിത്രങ്ങൾ ഉണ്ടാവുന്നിരിക്കുന്നു കേട്ടോ. കണ്ടോ, ഒരു ചിത്രം, ആദ്യത്തെ ചിത്രം ഒരു മരത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട്, രണ്ടാമത്തെ ചിത്രം ഉണ്ടാവും ഒരു മരത്തിന് വീണ്ടും സപ്പോർട്ട്, മൂന്നാമതൊരു കൈ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു, നാലാമത്തെ ചിത്രം ഒരു ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇങ്ങനെ മാർക്കറ്റിൽ വരുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് സപ്പോർട്ട്? സപ്പോർട്ട് നമ്മൾ പറയുമ്പോൾ സപ്പോർട്ട് ഈസ് സംതിങ് ദാറ്റ് പ്രിവെൻറ്റ് ദി പ്രൈസ് ഫ്രം ഫാളിങ് ഫർദർ. അതായത് ഒരു സ്റ്റോപ്പ്, നമുക്കൊരു കൈ താങ്ങായിട്ട് ഒരു നിൽക്കുമ്പോൾ, അതായത് മരത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വീഴുമ്പോൾ ഒരു കൈ കൊടുക്കുമ്പോൾ, ഇതാണ് സപ്പോർട്ട്. ഇതുപോലെ മാർക്കറ്റിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ രണ്ട് ഇതാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പ്രൈസ് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ചാൻസ് ഓഫ് ബൗൺസ് ബാക്ക്, അവിടുത്തെ ബൗൺസ് ബാക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ അവിടെ തന്നെ ചില സമയം മാർക്കറ്റ് കുറച്ച് നേരം മൂവ് ചെയ്യും. അതായത് ഓൾ ഓവർ എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ, സപ്പോർട്ടിൽ ഡിമാൻഡ് ക്രിയേറ്റ് ആവും. അപ്പോൾ ആൾക്കാരുടെ ബൈയിങ്, അതായത് ബയേഴ്സ് എൻട്രി എടുക്കും. അപ്പം മാർക്കറ്റിലൊരു ബുള്ളിഷ് സ്ട്രെങ്ത്ത് കാണിക്കും. അതായത് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് പോകും. അപ്പ് ട്രെൻഡ് മീൻസ് മാർക്കറ്റ് ഒരു മേലോട്ട് പോകാനുള്ള ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്യാൻ നോക്കും. അതായത് ബൈ ഓർഡർ സ്ട്രെങ്ത്ത് കൂടിയാൽ മാത്രം. നമുക്ക് സപ്പോർട്ടിന് എക്സാമ്പിൾസ് നോക്കാം. കാരണം സപ്പോർട്ട് സിമ്പിളാണ്, പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട്, മീൻസ് മാക്സിമം എല്ലാം അറിഞ്ഞിട്ട് ആരും ട്രേഡ് എടുക്കില്ല. പെർഫെക്റ്റ് എന്നുള്ളത് ചിന്തിക്കുക, ഒഴിവാക്കുക. നമുക്ക് അറിയുന്ന മാക്സിമം വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. ബേസിക് അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് കേട്ടോ. സപ്പോർട്ട് അറിയുന്ന കുറേ പേരുണ്ടാവും. അപ്പം നിഫ്റ്റിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ഒരു ഇൻഡെക്സാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇതാണ് സപ്പോർട്ട്. ഇവിടെ ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് സപ്പോർട്ടിങ് ലൈൻസാണ്. അപ്പോൾ ഇത് നമ്മുടെ 3 ലൈൻസിനാണ് ടച്ച് ചെയ്യാം. അതായത് 3ഓളം ഞാൻ മാർക്ക് ചെയ്യാം. ഒന്ന്, രണ്ട്, 3 കണ്ടോ. ഈ 3 മാർക്കിങ്ങിലും കണ്ടോ, ഓരോ മാർക്കിംഗ് കണ്ട് മാർക്കറ്റ് കണ്ടോ പിന്നെ അപ്പ് ചെയ്തു. പക്ഷേ വലിയൊരു ബുള്ളിഷ് സ്ട്രെങ്ത്ത് ഇത് 4 hourly ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നത്. ഒരു നല്ല അപ്പ് മൂവ് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 22,750 മാർക്കറ്റ് അപ്പ് മൂവ് ചെയ്തത്. 100 പോയിൻ്റ് അപ്പ് മൂവ് ചെയ്തിട്ടുണ്ട് ഓരോ മൂവിലും. പക്ഷേ അതിനുശേഷം അവിടെ ഒരു റെസിസ്റ്റൻസും കാണുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ എന്നാലും ഏകദേശം 4 മാർക്ക് ചെയ്തിട്ടുണ്ട്, 4 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെൻസെക്സിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് എന്താണ് സപ്പോർട്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. കണ്ടോ, ഒരു ജസ്റ്റ് മാർക്കിങ് മാത്രം, നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി. ഇത് സിമ്പിളാണ്, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സെൻസെക്സിൻ്റെ എക്സാമ്പിൾ കണ്ടോ, മാർക്ക് ചെയ്യണം. 1, 2, 3, 4, 5 ഉണ്ടോ, 5 സപ്പോർട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്യാം? സപ്പോർട്ട് നമുക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സോണായിട്ട് കൺസിഡർ ചെയ്യാം. 1, 2, 3, 4 മാർക്ക് സപ്പോർട്ട് ചെയ്തു. ഓക്കെ, സപ്പോർട്ടിൽ തന്നെ സ്റ്റാറ്റിക് സപ്പോർട്ടെന്നും ഡൈനാമിക് സപ്പോർട്ടെന്നും പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. നമ്മളിപ്പം പഠിച്ചത് സ്റ്റാറ്റിക് സപ്പോർട്ടാണ്, അതാണ് മെയിൻ സപ്പോർട്ട്. പിന്നെ ഒരു ഡൈനാമിക് സപ്പോർട്ട് കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. 2 ടൈപ്പ് ഓഫ് സപ്പോർട്ടാണെങ്കിലും 2 ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസും ഉണ്ട്. അതായത് ഒന്ന് സ്റ്റാറ്റിക് ആണെങ്കിൽ മറ്റൊന്ന് ഡൈനാമിക്കാണ്. ആ ഡൈനാമിക്കിനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ട്രെൻഡ് ലൈൻസ്, അതിന് റൂൾസ് ഉണ്ട്. ആ 3 റൂൾസ് നമുക്ക് ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അത് സെയിം ടു ട്രെൻഡ് ലൈനാണ്. ഓക്കെ, അത് നോക്കി ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഡൈനാമിക് ആൻഡ് ട്രെൻഡ് ലൈൻസ് സെയിംസ് ചെയ്യുന്നേ ഉള്ളൂ. റൂൾസ് 3 റൂൾസ് ഉണ്ട്. 3 റൂൾസ് എന്ന് പറയുമ്പോൾ, ഓക്കെ, ആദ്യം റൂൾസ് പറയാം. അപ്പോൾ 3 റൂൾസ്, 3 റൂൾസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് 3 ടച്ചസ് മിനിമം ആയിരിക്കണം. അതായത് 3 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം. അത് സപ്പോർട്ടിലാണെങ്കിൽ 3-ൽ കൂടുതൽ. പിന്നെ രണ്ടാമത്തത് ആംഗിൾ 30 to 45 ഡിഗ്രി. പിന്നെ മൂന്നാമത്തത് സ്ലോ ടച്ച്. ഇതാണ് 3
നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ക്രൈറ്റീരിയാസ്, അതായത് ട്രെൻഡ് ലൈൻസിൻ്റെ ക്രൈറ്റീരിയാസ് ആണ് ഇത്. അതായത് ഡൈനാമിക്. ഇപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ആംഗിളിലാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആംഗിളിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് സ്റ്റീപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിതിനെ കൺസിഡർ ചെയ്യുക, കാരണം ഇത് ആംഗിള് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മാർക്കറ്റ് വരുമ്പോൾ ഇങ്ങനെ വന്ന് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഇത് റോങ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഈ ആംഗിള്. ഓക്കെ, ഇത് 30 to 60 വരെ ഓക്കെയാണ്, പക്ഷെ എന്നാലും 30 to 45 ആണ് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്നത് ആംഗിൾ. മൂന്നാമത്തേത് സ്ലോ ടച്ച് മീൻസ് സ്ലോ ടച്ച് സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യും. അതർവൈസ് എന്താ വെച്ചാൽ അത് സപ്പോർട്ടിനെ റാൻഡമായിട്ട് ബ്രേക്ക് ചെയ്യും. നിങ്ങൾ നോട്ട് ചെയ്തോന്നും അറിയില്ല, സെൻസെക്സിൻ്റെ പ്രീവിയസ് ഒരു ചാർട്ട് ഞാൻ മാർക്ക് ചെയ്ത് 1 2 3 മാർക്ക് ചെയ്തപ്പോൾ ആ ചാർട്ടിൽ റാൻഡം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല. പക്ഷെ അതേസമയം മാർക്കറ്റ് പിന്നെ 4ാമത്തെ പോയിന്റിൽ സപ്പോർട്ട് ചെയ്തു. ഇതിൽ കണ്ടില്ല, 1 2 3 4 നല്ല സ്ലോ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം 5ാമത്തെ ക്യാൻഡിൽ ഭയങ്കര റാൻഡമായിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് സപ്പോർട്ട് എടുക്കാത്തത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് സ്ലോ ആയിട്ട് സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ല റെസ്പെക്റ്റ് തരും. അത് നല്ല സപ്പോർട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓരോ സപ്പോർട്ടിന് ശേഷം കണ്ട മാർക്കറ്റിൽ ഒരു ബുൾ മൂവ്മെൻറ്റ് കണ്ടില്ലേ, ഒരു ബുൾ മൂവ്മെൻറ്റ്. ഒന്ന് സപ്പോർട്ട് ചെയ്തു, ഒരു മൂവ് ചെയ്തു, 2ാമത് സപ്പോർട്ട് ചെയ്തു, പിന്നെ ഒരു മൂവ് എയറോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, 3ാമത്തെ സപ്പോർട്ട് ചെയ്തു, അത് ജസ്റ്റ് എയറോ ഇൻഡിക്കേഷൻ കണ്ടോ, മേലോട്ടൊരു അപ്പ് മൂവ്. അപ്പം നമ്മുടെ മാർക്കറ്റ് നമുക്ക് സപ്പോർട്ട് ഇത് ഒന്നിലധികം നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും ടൂൾസും കൺഫർമേഷൻസും യൂസ് ചെയ്തിട്ടാണ് ഓരോ ട്രേഡ്സ് കൊടുക്കുക. പക്ഷേ ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് എന്താണ്, സിമ്പിൾ പ്രൈസ് ആക്ഷനാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം റെസിസ്റ്റൻസ്. 2 എക്സാമ്പിൾ സപ്പോർട്ട് നോക്കി, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കണ്ടോ. ഈ ഇമേജിൽ ഒരാളുടെ തല മേലോട്ട് തട്ടുകയാണ്. അപ്പോൾ ഇതെന്താണ്, ആൾക്ക് അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി യോഗ ഇതൊക്കെ ചെയ്യുമ്പോൾ റെസിസ്റ്റൻറ്റ് ബാൻഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഇത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് മാക്സിമം റെസിസ്റ്റൻസ് വരും, നമ്മൾ മാക്സിമം പ്രഷർ ചെയ്യണം. ഇതൊരു ഇമേജ് കണ്ടോ, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസും തട്ടിയിട്ട് അത് തല ഇവിടെ തട്ടി താഴോട്ട് വരുന്നു, പിന്നെ സപ്പോർട്ട് അതിവിടെ കൈ താങ്ങായിട്ട് നിൽക്കുന്നു. ഇതാണിപ്പോൾ ജസ്റ്റ് ഇമേജസിലൂടെ കാണിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, റെസിസ്റ്റൻസ് സിംപ്ലി നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു ജസ്റ്റ് ഡ്രോ ചെയ്യണം. ഇതിപ്പോൾ ഒരു കാൻഡിൽ സ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് വെച്ചു. ഈ മേലെ ഞാൻ വൈറ്റ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, പോയിൻ്റ് ചെയ്തിരിക്കുന്നില്ലേ, ഇതാണ് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ്. അതായത് തല, ഇപ്പോൾ നമ്മുടെ തല മാക്സിമം എവിടെ ആ പിക്ചറിലുള്ള പോലെ തട്ടുന്നത് പോലെ ഈ മാർക്കറ്റിൻ്റെ ഹെഡ് അവിടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ക്യാൻഡിൽസിൻ്റെ പ്രൈസ്. അപ്പോൾ അതിനെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതായത് പോയിൻറ്റ്സ് സിമിലർ അറ്റാച്ച് ആയിരിക്കും, അല്ലാതെ അൺഈവൺ ആയിരിക്കില്ല. ജസ്റ്റ് ഇതിനെ നമുക്ക് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്നാണ് പറയാം. ഇതല്ലാതെ ഇപ്പം ഞാൻ ഇതും കൂടി ഡ്രോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ജസ്റ്റ് അൺഈവൺ ആയിട്ടാണുള്ളത് റെസിസ്റ്റൻസ്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ കണ്ടോ അൺഈവൺ ആണ്. അതായത് സ്റ്റാറ്റിക് ആയിട്ടില്ല, ഹൊറിസോണ്ടൽ ലൈൻസ് അല്ല. സപ്പോർട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിലും റെസിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ലൈൻ അല്ല. ഇതിലിപ്പോൾ നമുക്ക് സപ്പോർട്ട് സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും ഉണ്ട്. ഈ ചാനൽ പാറ്റേൺ ഇതൊക്കെ നമുക്ക് പഠിക്കാം.
ഇതിലിപ്പോൾ സപ്പോർട്ട് ബ്ലൂ പെൻ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. സപ്പോർട്ടെന്നും റെസിസ്റ്റൻസിനെ മേലെ റെസിസ്റ്റൻസിനും ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്യുന്നു കണ്ടു. പക്ഷേ ആ റെസിസ്റ്റൻസ് ഡൈനമിക്കാണ്. അത് കൺസിസ്റ്റൻ്റ് ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ലൈൻസ് അല്ല, ഒരു സ്ലാൻഡഡ് ലൈൻസാണ്. ഓക്കെ, മനസ്സിലാക്കണം ഇതൊക്കെ. ഓക്കെ, നമ്മളിപ്പോൾ ICICI ബാങ്കാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ICICI ബാങ്ക് ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ടൈം ഫ്രെയിം ഇതാണ്. ടൈം ഫ്രെയിംസ് ഓക്കെ, 1 മിനിറ്റ്, 5 മിനിറ്റ്സ്, 1 അവർ, 1 ഡേ. ഓക്കെ, ഇതാണ് ടൈം ഫ്രെയിംസ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് 1 ഡേയിലെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 1 ഡേയിലെ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് അതാ ഇതിപ്പോൾ റൺ ചെയ്തിരിക്കുന്ന മാർക്കറ്റ് ഉണ്ടോ, 30 ഓഗസ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എവിടെയാണ് റെസിസ്റ്റൻസ്. ഓക്കെ, നമുക്കിവിടെ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പം നമ്മളിവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. നമ്മൾ റെസിസ്റ്റൻസിന് ഒരു മാർക്ക് എടുത്തു, ഒരു സോണ്ടർ ലൈൻസ് ഇതോ ഉണ്ടോ. കണ്ടില്ലേ, ഇതിന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുണ്ടോ 1, 2, 3. ഓരോ ടച്ചിന് ശേഷവും മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റിൽ മൂവ് ഒരു ഡൗൺ, ചെറിയ ഡൗൺ. അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു, എവിടെയും ഡൗൺ അല്ലേ, ഇങ്ങനെ മാർക്കറ്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് ഒരു നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം വേറെ നമുക്ക് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 1 അവറിൽ നമ്മൾ മാർക്ക് ചെയ്ത ചാർട്ടാണ് 1 അവറിൽ മാർക്ക് ചെയ്ത ചാർട്ട്. അപ്പോൾ നമുക്ക് 1 അവറിൽ എടുത്ത് മാർക്കറ്റിൻ്റെ മൂവ്സ് ഉണ്ടോ, 1 അവറിലെ മൂവ്സാണിത്. അപ്പോൾ ഇതൊരു ഫേക്കാണ്, ഈ മൂവ് ഒരു ഫേക്കാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ പിന്നെ അവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് പിന്നെ അത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഒന്നാമത് റെസിസ്റ്റൻസ് ഈ സോണിൽ ഡിമാൻഡ് നമ്മൾ സപ്പോർട്ടിൽ, അതായത് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയില്ലേ, ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആൾക്കാർക്ക് ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ വില കൂടും. സെയിം സപ്ലൈ കൂടുമ്പോൾ എന്താണ്, അതായത് ഒരു ഒന്നിലധികം നമ്മുടെ ഒരു ഹോട്ടൽ നടത്തുന്ന ആൾക്കാർ നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു 3-4 ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ എന്താണ് സപ്ലൈ ചെയ്യാൻ ആൾക്കാർ കൂടുതലാണ്. അപ്പം തന്നെ അതായത് ഒരു ഊണിന് ഒരു 40 രൂപയാണെങ്കിൽ ചിലപ്പോൾ അത് 30 രൂപയ്ക്ക് അവർ കൊടുക്കും. അപ്പോൾ അതിൻ്റെ വില കുറയ്ക്കും. ഇൻ കേസ് ഡിമാൻഡ് കൂടുതലാണ്, അതേസമയം ഒരു ഹോട്ടലാണ് അവിടെ ഉള്ളതെങ്കിലോ ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിലോ അതിന് 50 രൂപ കൊടുത്താൽ ആൾക്കാർ വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് ആൾക്കാരുടെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. സപ്ലൈ കൂടുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത്, അതായത് സ്റ്റോക്സിൻ്റെ പ്രൈസ് കുറയും. അപ്പോൾ ഇവിടെ ഈ ടോപ്പിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ സപ്ലൈ കൂടുതലായിരിക്കും. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, ഡൗൺ ആവാൻ തുടങ്ങും. നമുക്ക് വേറെ നോക്കാം. ഇവിടെ ഒന്ന് കാണുന്നുണ്ട്, നോക്കട്ടെ, മാർക്ക് ചെയ്തോട്ടെ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് എത്ര ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കണ്ടോ, 1, 2, 3, 4, 5, 6. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണ്, റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നു, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു,
ഇവിടെ നിന്ന് എന്ത് ചെയ്തു, അതായത് ഒരു ഓക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പം മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ടച്ച് ചെയ്യുമ്പോൾ ആ പോയിൻറ്റ്സ് വീക്കാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ സെല്ലറിൻ്റെ എണ്ണം കൂടുതലാണ് ഇവിടെ. സെല്ലർ ഹെവി ആയിട്ട് ഇവിടെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. അതായത് സപ്ലയർ കൂടുന്നു. അപ്പോൾ സപ്ലൈ കൂടുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റിന് താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ സിമിലർ പോയിൻറ്റ്സ് മൾട്ടിപ്പിൾ ടൈം ഒരു ടച്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഹാമർ കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഹിറ്റ് കൊണ്ട് ബ്രേക്ക് ആവണമെന്നില്ല, 2 ഹിറ്റ് കൊണ്ടും ബ്രേക്ക് ആവണമെന്നില്ല. അതിൻ്റെ റെസിസ്റ്റൻസ് അത്രയും അതിന് ആ ഹിറ്റിനെ താങ്ങാൻ പറ്റും. പക്ഷേ സിമിലർ ഏരിയയിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, മൾട്ടിപ്പിൾ ഏരിയ ഇത് ഇവിടെ പിന്നെയും ടച്ച് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ ഇവിടുന്ന് ഈ ഏരിയ ബ്രേക്കായിട്ട് അത് പോയി. പിന്നെ അതൊന്നും കൂടി റീടെസ്റ്റ് ചെയ്യാൻ വന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു വട്ടം പോയി കഴിഞ്ഞാൽ ആ സപ്പോർട്ട്, അതായത് ഈ സപ്പോർട്ട് നമ്മൾ റെസിസ്റ്റൻസിന് നമ്മൾ മാർക്ക് ചെയ്തില്ല ബ്ലൂ ലൈൻ കൊണ്ട്, അത് പിന്നെ നമ്മൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സിമിലർ എന്താണ്, സപ്പോർട്ടും ഇതുപോലെ എന്ത് ചെയ്യും, റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അതായത് ഒരു വട്ടം പോയി തിരിച്ചു വന്ന് അത് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യും. കണ്ടോ, ഇതിപ്പോൾ ഈ ഏരിയ കണ്ടില്ലേ, ഈ ഏരിയ ഇനിയിപ്പോൾ ഈ ലൈൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നോക്കാം നമുക്ക് എവിടെയെങ്കിലും. പിന്നെ ഈ ലൈനിലേക്ക് വന്നതേ ഇല്ല മാർക്കറ്റ്. ഓക്കെ, ഇതിനി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. എപ്പോഴെങ്കിലും മാർക്കറ്റ് വരികയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇവിടുന്ന് ഇപ്പോൾ മാർക്കറ്റ് വരികയാണെങ്കിൽ, ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ സപ്പോർട്ടുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ സപ്പോർട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചത് മാത്രം. ഓക്കെ, ഇത് പ്രീവിയസ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് റിലയൻസിലൊരു എക്സാമ്പിൾസ് നോക്കാം. റിലയൻസിൽ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് നമുക്ക് ഡൈനമിക്കാണ്, അതായത് ട്രെൻഡ് ലൈൻസിൻ്റെ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അതായത് ഡൗൺ ട്രെൻഡിൽ ഇത് മേലെ ഹയർസിന് കണക്ട് ചെയ്യണം. ഓക്കെ, ഹയർസ് മീൻസ് ഹയർ, അതായത് ഏതാണ് ഹൈ, സ്വിങ്ങിൻ്റെ ഹൈ. ഇതൊരു സ്വിങ് ആണല്ലോ, ഒരു സ്വിങ്ങിൻ്റെ ഹൈ, ഓരോ സ്വിങ്ങിൻ്റെ ഹൈയിലാണ് ഞാൻ ബ്ലൂ ലൈൻസ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാ ഒരു ഹൈ, 2 ഹൈ, 3 ഹൈ, അതായത് സ്വിങ്ങിൻ്റെ ഹൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, ഇത് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ നേരെ ഒരു അപ്വേർഡ് മൂവ് കണ്ടോ. അപ്പോൾ ഇതാണ് ഡൈനമിക് റെസിസ്റ്റൻസ്, അതായത് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. ഒരു വീഡിയോസിൽ തന്നെ ഒന്നിലധികം ടോപ്പിക്സ് ഇൻവോൾവ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ, ഹയർ ഹൈ, ആ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈ. അതായത് ഡൗൺ ട്രെൻഡിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക, ലോവർ ലോസ് അഗെയിൻ, ലോവർ ഹൈസ് അഗെയിൻ. അപ്പോൾ ഇതൊക്കെ ടെർമിനോളജീസും ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം ലോവർ ലോസ്, അതായത് ഒരു സ്വിങ്ങിൻ്റെ അകത്ത്, അതായത് ഡൗൺ ട്രെൻഡിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, എല്ലാ ലോവർ ഹൈ, ലോവർ ലോ, അതായത് ലോവർ ആയിരിക്കും ഫസ്റ്റ്. ഇൻ കേസ് അപ്പ് ട്രെൻഡിലാണെങ്കിൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇതായിരിക്കും മാർക്കിങ്സ് വരിക. ഓക്കെ, ജസ്റ്റ് ഒരു നോളജിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടിപ്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ ആ ലോവർ ഹൈസ്. ഫസ്റ്റ് 1, 2, പിന്നെ ഒന്നാമത് ലാസ്റ്റ് ഒരു 3. ഓക്കെ, ഇത് 3 ഹൈ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്തു എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് റിലയൻസിലൊരു എക്സാമ്പിൾ, സപ്പോർട്ടിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ ബോട്ടംസ് കണക്ട് ചെയ്തു, 1, 2, 3, 4 ബോട്ടംസ് കണക്ട് ചെയ്തു, ഒരു ലൈൻസ് ഡ്രോ ചെയ്തു. അതായത് ട്രെൻഡിങ് മാർക്കറ്റ് നോക്കണം, നമുക്ക് ട്രെൻഡിങ് മാർക്കറ്റ് എന്താണെന്ന് ഞാൻ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് ഒരു ട്രെൻഡിങ്ങിൽ നമ്മൾ ഹൈസ് കല്ല കണക്ട് ചെയ്യുക, നമ്മൾ സപ്പോർട്ടാണ് കണക്ട് ചെയ്യുക. അപ്പ് ട്രെൻഡിങ് മാർക്കറ്റിൽ സപ്പോർട്ട്സ്, അതായത് ലോസ് ആണ് കണക്ട് ചെയ്യുക. അതായത് ഹൈയിൽ ലോ കണക്ട് ചെയ്യും, റിവേഴ്സ് വൈസ് വേഴ്സ ഡൗൺ ട്രെൻഡിൽ ഹൈസ് കണക്ട് ചെയ്യും.